ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത അവലൊക്കെ ആ പാലുമായിട്ട് മിക്സായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്കിനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ പായസത്തിൻ്റെ കളറിന് ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഒരു പിങ്ക് കളർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ചാൽ പറയത്തില്ല ഇത് അവൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന്, അത്ര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കുക. എങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.